അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ എങ്ങനെ നമുക്ക് ചിക്കൻ ഫ്രൈ പോലത്തെ കറക്റ്റ് ടേസ്റ്റുള്ള ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ പാക്കറ്റ് സോയയാണ്. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ച് അതിൻ്റെ അകത്ത് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 2 സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, വെജിറ്റബിൾ മസാല, മുളക് പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല വൃത്തിയായി മിക്സ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ കസ്തൂരി മേത്തി നമുക്ക് ഫുഡിന് ഫ്ലേവറിങ്ങിനും ഒരു മണത്തിനുള്ളതാണ്, അത് ആഡ് ചെയ്ത് പിന്നെ ഒരു ചെറിയ മുളകും കൂടെ ആഡ് ചെയ്തിടുക. ഞാൻ പിന്നെ ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ മതി, പിന്നെ നല്ല വൃത്തി ഡീപ് ഫ്രൈ ആക്കി എടുക്കാനും പറ്റും. ഹൈ ഫ്ലെയിമും ലോ ഫ്ലെയിമും ഒക്കെ മാറ്റിയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നമുക്ക് ഡീപ് ഫ്രൈയും വേണം. ഇത് എത്ര കുക്കിംഗ് അറിഞ്ഞൂടാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോയ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ലെമണാണ്, അതിനൊരു ഫ്ലേവർ കിട്ടാനും. ഭയങ്കര ടേസ്റ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.